ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ട് വയ്ക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബോട്ടിലാട്ടിന് ആവശ്യമായ ഒരു സാധനം ഇത് കണ്ടില്ലേ, ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിവിടെ ഗൾഫിൽ കഴിക്കണ ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്. കുരു വെച്ചിട്ടാണ് ഞാനിന്ന് ബോട്ടിലാട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഫ്രൂട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുന്നതാണ് വേണ്ട. നമുക്ക് ഇതിന് ഈത്തപ്പഴത്തിൻ്റെ കുരുവോ പിന്നെ അല്ലെങ്കിൽ ഒലീവ്സിൻ്റെ കുരുവോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ബോട്ടിലാട്ടിന് എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്യാം കേട്ടോ. ഞാനിതാ ആ ഫ്രൂട്ടിൻ്റെ കുരു കുറച്ചുകൂടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്ത കുരുവാണ് കേട്ടോ. ഇതില്ലേ, ഇത് ഉപയോഗിച്ച് നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഇതിനൊരു പെയിൻ്റ് അടിച്ചു കൊടുക്കണം, ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കൊടുക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്, ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റാണ് ഞാൻ ഈ ബോട്ടിലിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബോട്ടിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ച് നന്നായി ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് വേണം. ഞാനിതിവിടെ ഒട്ടിക്കാൻ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിലുമേ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ സ്റ്റിക്സ് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിതാ ഐസ്ക്രീം സ്റ്റിക്സ് ഫുള്ളായിട്ട് ബോട്ടിൽ നിന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ താഴെയും ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ക്ലോത്താണ് ഇട്ടത്. ഇനി നമുക്കിത് ഇവിടെ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് കളയാൻ വെച്ചിരുന്ന പരിപ്പാണ്, അതെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്ന് ഇവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതാ ഫുള്ളായിട്ട് പരിപ്പൊക്കെ ഐസ്ക്രീം സ്റ്റിക്സിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം, ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ബ്ലാക്ക് കളറിന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ബ്ലാക്ക് കളറൊക്കെ അടിച്ച് നന്നായി ഡ്രൈ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്സൊക്കെ ആദ്യം പെയിൻ്റ് അടിച്ച് നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷം ബോട്ടിൽമേ ഒട്ടിച്ച് കൊടുക്കാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഒട്ടിച്ചതിൻ്റെ ശേഷമാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പെയിൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഗോൾഡൻ കളർ അടിച്ച ഈ ഒരു പാർട്ടുമേലും ബ്ലാക്ക് കളർ ഇതിൻ്റെത് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്മേ സ്റ്റെമ്മ് ഒട്ടിച്ചു കൊടുക്കണം, ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വുളൻ ത്രെഡാണ്, ഗ്രീൻ കളർ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതാ സ്റ്റെമ്മൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അറേഞ്ച്മെൻറ്റ്സൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ കുരു എടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിവിടെ ഈ ഒരു എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിതാ ഫ്ലവറൊക്കെ ഇവിടെ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് ലീവ്സ് വേണം. ഞാനിവിടെ ഫോം ഷീറ്റ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ലീവ്സൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കുറച്ചധികം ലീവ്സ് വെട്ടിയെടുക്കാം.
ഞാനിതാ കുറച്ചധികം ലീവ്സ് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അതും കൂടെ ഇതിമൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതാ ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ലീവ്സിന് ഒരു കാര്യം മറന്നിട്ടുണ്ട്. ലീവ്സിന് ഉണ്ടാവില്ല, വെയിൻസ് ഉണ്ടാവില്ലേ, അത് ഞാൻ ഇത് ഒട്ടിക്കണതിന് മുന്നേ ഈ ഫോം ഷീറ്റുമ്പോൾ നമ്മൾ ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു ടൂപ്പിക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടും ലീഫിന്. അത് ഞാൻ ഒട്ടിക്കണതിന് മുന്നേ ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങളത് ലീവ്സൊക്കെ ഒട്ടിക്കണതിന് മുന്നേ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ലീവ്സ് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഞാനിതാ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഓരോ ഫ്ലവറും നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. അപ്പം ഞാനിതാ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലീവ്സുമ്മ നമ്മൾ വെയിൻസ് വരച്ചു കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ആ വെയിൻസ് വരച്ചതിൽ കൂടെ നമുക്ക് സാപ്പ് ഗ്രീൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ലീഫിൻ്റെ ഈ വെയിൻസ്മേലൊക്കെ സാപ്പ് ഗ്രീന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെഡ് കളറ് വൂളൻ ത്രെഡ് ഒന്ന് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുക്കാം. അത് ഓൾമോസ്റ്റ് കുപ്പിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ പേൾ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്സ് നമ്മൾ ഒട്ടിച്ചിട്ടില്ലേ, അതിന്മേൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ ബോട്ടിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന്മേൽ ലാസ്റ്റായി ചെയ്ത് കൊടുക്കാനുള്ളത്, നമുക്കിതിന്മേൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏതൊരു ബോട്ടിലോട്ട് കഴിഞ്ഞാലും നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബോട്ടിൽ വേഗം നാശമാവും. കുറേ കാലമൊക്കെ ഒന്ന് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണമെങ്കിൽ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കാതെ. നമുക്കൊന്ന് വാർണിഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വാർണിഷൊക്കെ കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ഇത് നല്ല 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം, നന്നായി ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് വന്ന് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ക്രാഫ്റ്റ് വർക്കുമായിട്ട് വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.